ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ഭാര്യ ഉണ്ടല്ലോ, അവളുടെ ജീവിതത്തിൽ അവളുടെ ഭർത്താവിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അറിയോ ഇസക്ക്? നിങ്ങൾ എന്താ ആഗ്രഹിക്കാനാ? നിങ്ങളെ ഭരണത്തിൽ നിൽക്കുന്ന, നിങ്ങൾ പറയുന്ന കേട്ട് നിങ്ങളെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭർത്താവിനായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വാലാട്ടിയായിട്ട് നിങ്ങളെ കൂടെ പിന്നാലെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത്. അതല്ലാതെ വേറെ എന്താ നിങ്ങൾ പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് തെറ്റിക്കോ. ഒരു പെണ്ണും ആഗ്രഹിക്കില്ലേക്കോ അവളുടെ ഭർത്താവ് ഒരു വാലാട്ടിയെ പോലെ അവളുടെ കൂടെ ജീവിക്കണം എന്നുള്ളത്. അവളെ സ്നേഹിക്കുന്ന, അവളെ ഒന്ന് പരിഗണിക്കുന്ന, അവളുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ലൊരു ഭർത്താവിനായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്. അവളുടെ എന്താ പറയുക, അവളുടെ കുടുംബം സ്വന്തം കുടുംബമായിട്ട് കാണാൻ കഴിയുന്ന. അത് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തിരിച്ച് അതുപോലെ ഉണ്ടോ? നമ്മളെ കുടുംബത്തെ നിങ്ങൾ സ്വന്തം കുടുംബമായിട്ട് കാണുന്നുണ്ടോ? പലയിടത്തും ഉള്ള വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നതാണത്. ഒരു പെണ്ണെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കല്യാണത്തോട് കൂടിയിട്ട് അവളുടെ മാതാപിതാക്കളുടെ, അവളുടെ കുടുംബം, അവളുടെ വീട്, അവൾ നിന്നത്, അവൾ കണ്ടത്, അറിഞ്ഞത് എല്ലാം മാറ്റി ഒരു കല്യാണം എന്നുള്ളൊരു ചടങ്ങോട് കൂടി നിങ്ങളെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നതുകൊണ്ടാണ് ഒരു പെണ്ണ്. അവൾ നിങ്ങളുടെ കുടുംബത്തിനെ സ്വന്തം കുടുംബമായിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ അത് കണ്ടില്ല നിങ്ങൾ വരുത്തി തീർക്കരുത്. കാരണം ഒരു പ്രവാസിയായിട്ടുള്ള ഒരാൾ ഒരു കല്യാണം കഴിഞ്ഞ് ഏറിപ്പോയി ഒരു മാസം കൂടെ നിൽക്കുക, അവൾ പിന്നെ ജീവിക്കുന്ന ആരുടെ കൂടെയാണ്? നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടെയാണ്. പല കുടുംബത്തിലുണ്ട് പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് അറിയാനായിട്ടാണ്. അതായത് പിന്നെ ഉമ്മാനെ പരിഗണിക്കാത്തവര്, വീട്ടിലുള്ളവരെ പരിഗണിക്കാത്ത പല സ്ത്രീകളുണ്ട്. അതിന് മെജോറിറ്റി എല്ലാവരും ഇല്ല. അവർക്ക് തിരിച്ചും ചില രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാവും. എപ്പോഴും കയറി വന്ന ഒരു പെണ്ണിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ ആണുങ്ങളുടെ ശൈലി അതൊരിക്കലും ശരിയല്ലേക്ക. വേറൊരു കാര്യം എന്താണെന്നറിയുക, അവൾ ആഗ്രഹിക്കുന്ന എപ്പോഴും അവളുടെ പിതാവിനെ പോലെ അവളെ സ്നേഹിച്ച് അവളെ ശാസിക്കുന്ന ഒരു ഭർത്താവിനായിരിക്കും. അവളുടെ സഹോദരനെ പോലെ എന്താ പറയുക, അവളോട് അടിപിടിയൊക്കെ കൂടി കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഭർത്താവിനായിരിക്കും. ഒരു ഫ്രണ്ടിനെ പോലെ അവൾക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭർത്താവിനായിരിക്കും. ഒരു പ്രണേതാവിനെ പോലെ തന്നെ അവളെ നന്നായിട്ട് പ്രണയിക്കുന്ന ഒരു ഭർത്താവിനായിരിക്കും. അവളുടെ ചെറിയ ഇഷ്ടങ്ങൾ, അവളുടെ എല്ലാ ഇഷ്ടങ്ങളും ഇല്ലെങ്കിലും അതൊക്കെ ഒന്ന് നിറവേറ്റി കൊടുത്ത് അവൾക്ക് ഒരുപാട് എന്താ പറയുക, അവളുടെ സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും പറയും അവൾക്ക് ഒരുപാട് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നു. ഒരു ഗിഫ്റ്റും വേണ്ടൊക്കെ ഒന്നൊപ്പം ഇരുന്ന് അവളോട് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ടൈം ഉണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമൊക്കെ. ഒന്ന് കേൾക്കാൻ സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മളെ ഭർത്താക്കന്മാർക്ക് ആരായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന്. അതാണ് സ്വന്തം മാതാപിതാക്കളെ അതും അത്ര നാൾ കണ്ട് അവരെ പോറ്റി വളർത്തിയത് തന്റെ മാതാവിനെ തള്ളി പറയുന്ന ഒരു ഭാര്യ ഒരിക്കലും ഒരു ഭർത്താവിനെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ജീവിതത്തിൽ അന്നോളം ചെയ്തു കൊടുത്ത എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു മാതാവ് ഒരു പെണ്ണ് വരുന്നതോടുകൂടി ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവളെ ഏറ്റെടുക്കുമ്പോൾ അവളൊരു പരിഗണന ആ വീട്ടിൽ അവൻ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്ന ആ രീതിയിലുള്ള ഒരു പരിഗണന അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുക തന്നെ വേണം. വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഭർത്താവിനെ അറിയിച്ച് അത് സോൾവ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഫെയിലിയർ തന്നെയായിരിക്കും. കാരണം അതിന്റെ ഇടയിൽ പെട്ടുപോകുന്നത് നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കും. എല്ലാ ഭാര്യമാരും എന്താ പറയാ, നമ്മൾ എന്ത് നമ്മുടെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നോ അതിന്റെ ഇരട്ടി അവനത് തരാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക വേണം.